A+2 സ്വാഗതം. ഇന്ന് സർക്കാർ ജീവനക്കാർ അറിയേണ്ട ചില പ്രധാനപ്പെട്ട സർക്കാർ തീരുമാനങ്ങളാണ് എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർ സാധാരണ സർവീസിലിരുന്ന് മരണപ്പെടുകയാണെങ്കിൽ അവരുടെ ആശ്രിതർക്ക് നിയമനം ലഭിക്കാറുണ്ട്. അതിനെ ഡൈയിങ് ഇൻ ഹാർനസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ആശ്രിത നിയമനം സംബന്ധിച്ച് നേരത്തെ തന്നെ ചട്ടങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകളും ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു മന്ത്രിസഭാ തീരുമാനം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ജിഒ ഉടനെ ഇറങ്ങുകയും ചെയ്യും. ഇപ്പോൾ ആ മന്ത്രിസഭാ തീരുമാനത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സർക്കാർ ജീവനക്കാർ സർവീസിലിരുന്ന് മരിക്കുകയാണെങ്കിലാണ് അവരുടെ ആശ്രിതർക്ക് നിയമനം ലഭിക്കുക. എന്നാൽ ഈ കുടുംബത്തിൻ്റെ വാർഷിക വരുമാന പരിധി 8 ലക്ഷത്തിന് മുകളിൽ ആകാൻ പാടില്ല. അതുപോലെ സർക്കാർ ജീവനക്കാരൻ മരിക്കുന്ന തീയതിയിൽ 13 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള ആശ്രിതർക്ക് മാത്രമാണ് ഇനി അപേക്ഷിക്കാൻ, ആശ്രിത നിയമനത്തിന് അപേക്ഷിക്കാൻ അർഹത ഉണ്ടാവുകയുള്ളൂ. ഈ ഗവൺമെൻറ് എംപ്ലോയീസ് ആരൊക്കെയാണെന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. സർക്കാർ ജീവനക്കാരനായ വ്യക്തി, ഗവൺമെൻറ് കോളേജ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് തുടങ്ങിയവരൊക്കെ തന്നെ ഈ കാറ്റഗറിയിൽ വരും. ഇവരൊക്കെ സർവീസിലിരുന്ന് മരിക്കുകയാണെങ്കിൽ അവരുടെ ആശ്രിതർക്ക് നിയമനത്തിന് അപേക്ഷ നൽകാം. സബോർഡിനേറ്റീവ് സർവീസിലെ ക്ലാസ് 3, ക്ലാസ് 4 തസ്തിക, ലാസ്റ്റ് ഗ്രേഡ് സർവീസ് തസ്തിക, പാർട്ട് ടൈം കണ്ടിജൻ്റ് സർവീസ് തസ്തിക എന്നിവയിലേക്കാണ് ആശ്രിത നിയമനം നൽകുക. മറ്റൊന്ന്, സർവീസിൽ എക്സ്റ്റൻഷനോടുകൂടി സർവീസിൽ ഉള്ളവർ, അതായത് സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യാനുള്ള പീരീഡ് കഴിഞ്ഞാലും ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും പുനർനിയമനം നൽകുന്നുണ്ടെങ്കിൽ, റീ എംപ്ലോയ്മെൻറ്റ് നൽകുകയാണെങ്കിൽ അവർക്കും അവരുടെ സന്താനങ്ങൾ അല്ലെങ്കിൽ ആശ്രിത നിയമനം ഉണ്ടാവുകയില്ല. സർവീസിൽ നിന്ന് ഈ പറഞ്ഞ വിഭാഗക്കാർ സർവീസിൽ ഇരിക്കെ മരിക്കുകയാണെങ്കിൽ അവരുടെ ആശ്രിതർക്ക് റിട്ടയർമെൻറ്റിന് ശേഷമുള്ള റീ എംപ്ലോയ്മെൻ്റ് ആയാലും പീരീഡ് എക്സ്റ്റൻഷൻ ആയാലും ആ പീരീഡിലാണ് അവർ മരണപ്പെടുകയാണെങ്കിൽ അവരുടെ ആശ്രിതർക്ക് നിയമനത്തിന് അപേക്ഷിക്കാൻ കഴിയില്ല. അതുപോലെയാണ് മറ്റൊന്ന്, ഒരാൾ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കുന്നു, അതായത് സ്വമേധയാ വിരമിക്കുകയാണെങ്കിൽ അവരുടെ ആശ്രിതർക്കും നിയമനം ഉണ്ടാവുകയില്ല. എയ്ഡഡ് സ്ഥാപനത്തിലെ ജീവനക്കാരാണ് സർവീസിലിരുന്ന് മരിക്കുന്നതെങ്കിൽ അവരുടെ ആശ്രിതർക്കും നിയമനം ലഭിക്കില്ല. ഇനി മറ്റൊന്ന്, നമുക്ക് അപേക്ഷിക്കാനുള്ള അർഹത സംബന്ധിച്ച് നോക്കാം. 18 വയസ്സിന് താഴെയാണ് എങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ്, അതായത് 18 വയസ്സ് പൂർത്തിയായി 3 വർഷത്തിനകം തന്നെ ആശ്രിത നിയമനത്തിന് അപേക്ഷിക്കേണ്ടതുണ്ട്. 18 വയസ്സിന് മുകളിലുള്ളവർ 3 വർഷത്തിനകം അപേക്ഷിക്കുകയും വേണം. 18 വയസ്സിന് താഴെയാണെങ്കിൽ ഓർക്കുക, 18 വയസ്സ് പൂർത്തിയായി 3 വർഷത്തിനകം. 18 വയസ്സ് തികഞ്ഞ ഒരു ആശ്രിതനാണ് ഉള്ളതെങ്കിൽ സർവീസിലിരുന്ന് ജീവനക്കാരൻ മരിക്കുകയാണെങ്കിൽ 3 വർഷത്തിനകം ഇതിനു വേണ്ടി അപേക്ഷ സർക്കാരിലേക്ക് സമർപ്പിക്കുകയും വേണം. വിവാഹിതനാണെങ്കിൽ ആർക്കൊക്കെയാണ് ഈ ആശ്രിത നിയമനത്തിന് അർഹതയുള്ളത് എന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് പലപ്പോഴും ഉപകാരപ്പെടും. ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവ്, അതായത് ഭാര്യ മരണപ്പെടുകയാണെങ്കിൽ സർവീസിലിരുന്ന് മരിക്കുകയാണെങ്കിൽ ഭർത്താവിന് നിയമനം, ഭർത്താവാണ് സർവീസിലിരുന്ന് മരിക്കുന്നതെങ്കിൽ ഭാര്യയ്ക്കാണ് നിയമനം. ഇത് വിവാഹിതനായവരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇനി പിതാവാണ് സർവീസിലിരുന്ന് മരിക്കുന്നെങ്കിൽ മകൻ, മകൾ, ദത്തുമകൻ, ദത്തുമകൾ എന്നിവർക്കായിരിക്കും ഈ ആശ്രിത നിയമനത്തിനുള്ള അർഹത. എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാവർക്കും കിട്ടുമെന്ന് കരുതരുത്. ഇതിൽ പറഞ്ഞ പ്രിയോറിറ്റി പ്രകാരം ഉള്ളവർക്ക് നിയമനം കിട്ടും. അവിവാഹിതനാണ് സർക്കാർ സർവീസിലിരുന്ന് മരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ മാതാവ്, ഇല്ലെങ്കിൽ അവിവാഹിതരായ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ, ഈ കണക്കിലായിരിക്കും അവർക്ക് നിയമനം ലഭിക്കുക. ഇതിൽ ഒരാൾക്കായിരിക്കും നിയമനം നൽകുക. ആശ്രിതർ തമ്മിൽ, അതായത് സർവീസിലിരുന്ന് ഒരു സർക്കാർ ജീവനക്കാരൻ മരണപ്പെടുകയാണെങ്കിൽ ആശ്രിതരെല്ലാവരും കൂടി
ഒരു സമന്വയത്തിൽ വന്നാൽ, ഏകാഭിപ്രായത്തിൽ വന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനം കൊടുക്കും. ആർക്കാണോ ഈ അഭിപ്രായ സമന്വയം വരുന്നത് ആ വ്യക്തിക്ക് നിയമനത്തിന് അപേക്ഷിക്കാം, കൊടുക്കുകയും ചെയ്യും. എങ്കിലും ഇതിൽ ഫസ്റ്റ് പ്രിയോറിറ്റി ലഭിക്കുന്നത് എപ്പോഴും ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവ് എന്ന പരിഗണനയിൽ ആയിരിക്കും. മറ്റുള്ളവർക്കാർക്കെങ്കിലും ഇതേപോലെ ഈ ആശ്രിത നിയമനത്തിന് അർഹത വരുന്നുണ്ടെങ്കിൽ ഈ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം വേണം എന്നുള്ളതാണ്. അതായത് ഭർത്താവ് സർവീസിലിരിക്കുക മരിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്കായിരിക്കും പ്രിയോറിറ്റി വരുന്നത്. ഭാര്യ മറ്റുള്ളവർക്ക് വേണ്ടി സമ്മതം നൽകുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നിയമനം ലഭിക്കുകയും ആശ്രിതരിൽ നേരത്തെ പറഞ്ഞ കാറ്റഗറി അനുസരിച്ചിട്ടുള്ളവർക്ക് നിയമനം കിട്ടുകയും ചെയ്യും. ഇനി വിവാഹിതരായ മക്കൾ ഉണ്ടോ എങ്കിൽ ഇവർ വിവാഹശേഷവും ആശ്രിതരായിരുന്നു എന്ന തഹസിൽദാരുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. ഒന്നുകൂടി വ്യക്തമായി പറയാം, ഒരു സർക്കാർ ജീവനക്കാരൻ സർവീസിലിരുന്ന് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിവാഹിതരായ മകനോ മക്കളോ ഉണ്ടെങ്കിൽ അവർ വിവാഹം കഴിച്ചതിന് ശേഷവും ഈ മരണപ്പെട്ട സർക്കാർ ജീവനക്കാരൻ്റെ ആശ്രിതരായിട്ടാണ് ജീവിച്ചിരുന്നത് എന്ന് കാണിച്ചുകൊണ്ട് തഹസിൽദാർ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കിയാൽ മാത്രമേ നിയമനം കിട്ടുകയുള്ളൂ. ഇനി ഒരാൾ വിവാഹമോചനം നടത്തി, സർക്കാർ ജീവനക്കാരനായ ഒരാൾ സർവീസിലിരുന്ന് മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വിവാഹമോചിതൻ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ, മകൾ, ദത്തുപുത്രൻ, ദത്തുപുത്രി എന്ന നിലയിലായിരിക്കും ആശ്രിത നിയമനത്തിന് പരിഗണിക്കുക. ഇനി ഒരാൾ വിവാഹിതനാണ്, പക്ഷേ അയാൾ വിവാഹം ഡിവേഴ്സായി പുനർവിവാഹം കഴിച്ചു, ഇല്ലെങ്കിൽ ഭാര്യ മരണപ്പെട്ടതിനെ തുടർന്ന് പുനർവിവാഹം കഴിച്ച ഒരു സർക്കാർ ജീവനക്കാരനാണ് സർവീസിലിരുന്ന് മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശ്രിതർക്ക് പ്രിയോറിറ്റി എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അതിൽ പറയാനുള്ളത്, ആദ്യ വിവാഹത്തിലെ കുട്ടികൾക്കാണ് അർഹതയ്ക്ക് ആദ്യത്തെ പരിഗണന കിട്ടുക എന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. സെൻട്രൽ ഗവൺമെൻറ്, അതുപോലെ പബ്ലിക് അണ്ടർടേക്കിങ്സ് എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഒന്നും തന്നെ ആശ്രിത നിയമനത്തിന് അർഹതയുള്ള സ്ഥാപനങ്ങളല്ല. ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരൻ മരണപ്പെട്ടാൽ അവരുടെ ആശ്രിതർക്ക് സർക്കാർ സർവീസിൽ നിയമനം കിട്ടുകയുമില്ല. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഇന്നലത്തെ മന്ത്രിസഭാ തീരുമാനങ്ങൾ. ഈ ക്യാബിനറ്റ് ഡിസിഷൻസ് ഇനി സർക്കാർ ഉത്തരവായി ഇറങ്ങേണ്ടതുണ്ട്. അത് ഇറങ്ങുന്ന മുറയ്ക്ക് അതിലുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കൂടി നിങ്ങളെ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ നിശ്ചയമായും ആ സർക്കാർ ഉത്തരവ് ഒരു എപ്പിസോഡായി തന്നെ നിങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ അവതരിപ്പിക്കുകയും ചെയ്യും. A+Tube ചാനൽ എല്ലാ വിഭാഗം ആളുകളും അറിയേണ്ട വിവരങ്ങൾ ഉൾപ്പെടുത്തിയ എപ്പിസോഡുകൾ അവതരിപ്പിക്കുന്ന ചാനലാണ്. സർക്കാർ ഉത്തരവുകളായാലും അതുപോലെ കോടതിയുടെ പ്രധാന ഉത്തരവുകളായാലും പ്രധാനപ്പെട്ട ആക്റ്റും റൂൾസും ഉൾപ്പെടെ അറിയേണ്ട എല്ലാ വിവരങ്ങളും ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലിൻ്റെ ചിത്രം ഉള്ളിടത്ത് ഒന്ന് വിരൽ അമർത്തിയാൽ എല്ലാ ദിവസവും 6 മണിക്കുള്ള എപ്പിസോഡുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നന്ദി.